MDMA മൊത്ത വിതരണക്കാരനായ നൈജീരിയക്കാരനെ ഇരവിപുരം പോലീസ് പിടികൂടിയത് വളരെ തന്ത്രപരമായി. നൈജീരിയൻ സ്വദേശി അബേഡിയോ സോളമനാണ് പിടിയിലായത്. ഈ ഓപ്പറേഷൻ ഒരുപാട് റിസ്കി ആയിരുന്നു. നവാഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ഹൈ ഡെൻസിറ്റി പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ്. അതുമാത്രമല്ല, അവിടെ ഇവനെ പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്കിലും പോലീസിനെ തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് കിഡ്നാപ്പേഴ്സാന്നൊക്കെ പറഞ്ഞ് സീനൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ്. So police, our team Rajiv has led SHO and നല്ല ഒരു സാഹസികമായിട്ട് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ലഹരി വിൽപ്പനയ്ക്ക് ഇടനിലക്കാരനായി നിന്ന തിരുവനന്തപുരം സ്വദേശി ഫൈസലിനെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് നൈജീരിയൻ സ്വദേശി അബേഡിയോ സോളമനെ പിടികൂടാനായത്. മാർച്ച് 12 രാത്രിയിൽ മാടൻ നടയിൽ വെച്ച് 3.5 ലക്ഷം രൂപ വില വരുന്ന 90 ഗ്രാം MDMA-യുമായി പഴയാറ്റിൻകുഴി സ്വദേശി ഷിജു ഖാൻ പിടിയിലായതാണ് സംഭവങ്ങളുടെ തുടക്കം. ലഹരിയുടെ ഉറവിടം തേടി സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഷിജുവിന് ധനസഹായം നൽകിയ അസം ഖാൻ, കൊല്ലത്ത് എത്തിക്കുന്ന ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്ന മുഹമ്മദ് റാസിഖ്, ഡൽഹിയിൽ ഇതിനുള്ള ഇടനിലക്കാരനായ ഫൈസൽ എന്നിവർ അറസ്റ്റിലായത്. ഫൈസലിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഡൽഹിയിലെ മൊത്ത വിതരണക്കാരനായ നൈജീരിയൻ സ്വദേശിയിലേക്ക് അന്വേഷണം എത്തിയത്. ഫൈസലിനെ കോടതിയിൽ ഹാജരാക്കിയ ദിവസം തന്നെ ഇയാളുമായി ഇരവിപുരം SHO രാജീവ്, SCPO സുമേഷ്, ഉദ്യോഗസ്ഥരായ സജിൻ, ഷാൻ അലി, സുമേഷ് എന്നിവർ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. ഫൈസൽ വഴി ആവശ്യക്കാരനെന്ന വ്യാജേന പോലീസ് ഉദ്യോഗസ്ഥനായ സജിൻ 100 ഗ്രാം MDMA ആവശ്യപ്പെട്ടു. നൈജീരിയയിൽ താമസിക്കുന്ന ഫ്രാൻസിസുമായി വാട്സാപ്പ് ചാറ്റിംഗ് വഴിയാണ് കച്ചവടം ഉറപ്പിച്ചത്. ഇയാൾക്കു വേണ്ടി സോളമനാണ് ഡൽഹിയിൽ MDMA വിതരണം ചെയ്യുന്നത്. ഫ്രാൻസിസ് ആവശ്യപ്പെട്ട പ്രകാരം സജിൻ ഫോട്ടോ അയച്ചു കൊടുത്തു. പണം വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ഫ്രാൻസിസ് ഡൽഹിയിലെ ഉത്തം നഗർ ലൊക്കേഷൻ സജിന് അയച്ചു നൽകി. പൈസയുമായി അവിടെ എത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഫൈസൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടെയുണ്ടായിരുന്നതിനാൽ സംശയം ഉണ്ടായതുമില്ല. ഫോട്ടോ കണ്ട് ഫൈസലിനെ മനസ്സിലാക്കിയ സോളമൻ പണം ആവശ്യപ്പെട്ടു. SHO ഉൾപ്പെടെയുള്ള സംഘം സോളമനെ അവിടെ നിന്നും പിടികൂടുകയായിരുന്നു.